ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ശ്ലോകം 5. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. തന്നെ തന്നാൽ തന്നെ ഉയർത്തിയാലും തന്നെ ക്ഷയിപ്പിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ നിശ്ചയമായും തൻ്റെ ബന്ധു താൻ തന്നെയാകുന്നു, തൻ്റെ ശത്രുവും താൻ തന്നെയാകുന്നു. ഭഗവത്ഗീത സർവവേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്നാണ് ആചാര്യസ്വാമികൾ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ വേദാർത്ഥങ്ങളുടെ സാരസംഗ്രഹം എന്ന് പറയുമ്പോൾ അത് വേദാന്തമാണ്. അറിവിൻ്റെ താല്പര്യ നിർണയം ചെയ്ത ഭാഗങ്ങളാണ് ഉപനിഷത്തുകൾ എന്നറിയപ്പെടുന്ന വേദാന്തം. ആ ഉപനിഷത്തുകൾ ആർക്കുള്ളതാണ്? അത് ധീരന്മാർക്കുള്ളതാണ്, ഭീരുക്കൾക്കുള്ളതല്ല. ഭീരുക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അങ്ങനെ ഭീരുക്കൾക്ക് വിചാരത്തിൻ്റെ ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകൾക്ക് പ്രവേശനം തന്നെ ഇല്ല. കാരണം തൻ്റെ കരുത്തിനെയാണ് വേദാന്തം പ്രഖ്യാപിക്കുന്നത്. കരുത്തില്ലായ്മയുടെയും കരച്ചിലിൻ്റെയും ഒന്നും ആഹ്വാനമല്ല വേദാന്തം അഥവാ ഗീത ചെയ്യുന്നത്. നിനക്ക് ഞാനുണ്ട് എന്നല്ല, നിനക്ക് നീയുണ്ട് എന്നാണ് അവിടുത്തെ ഉപദേശം. അത് പ്രസക്തമാണ്. നമ്മൾ കേട്ട് പരിചയിച്ച ശബ്ദം നിനക്ക് ഞാനുണ്ട് എന്നുള്ളതായിരിക്കും. ഒരു കുട്ടിയായിരിക്കുമ്പോഴും കുറച്ച് മുതിർന്നാലുമൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് പലരും ഉണ്ട്, നമുക്ക് ബന്ധുക്കളുണ്ട്, എന്നെ അവർ നോക്കിക്കോളും, എന്നെ അവർ നന്നാക്കിയെടുത്തോളും, ഇവർ നന്നാക്കിയെടുത്തോളും. ഇനി അല്ലെങ്കിൽ ഗുരുനാഥനുണ്ട്, ഗുരുനാഥൻ എന്നെ നേരെയാക്കിക്കോളും, ആ ഗുരുനാഥനെ പോയി നമസ്കരിച്ചാൽ മതി എന്നൊക്കെ ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ പറയുന്നത് നിനക്ക് നീ ഉണ്ട് എന്നാണ്. അതാണ് വേദാന്തത്തിൻ്റെ ഗർജനം. നിനക്ക് നീയേ ഉള്ളൂ. അപ്പം നമ്മുടെ കരുത്തിനെ, നമ്മുടെ മഹിമയെ ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഉയർച്ച നമ്മൾ തന്നെ നേടണം. മറ്റൊരാളെ കാത്തും തേടിയും കഴിഞ്ഞാൽ നമുക്ക് ഉയരാൻ സാധിക്കില്ല. അപ്പോൾ ആത്മമഹിമയുടെ കരുത്തിൻ്റെ സന്ദേശമാണ് ഈ ശ്ലോകത്തിൽ നൽകപ്പെടുന്നത്. നീ നിന്നെ കൊണ്ട് തന്നെ നിന്നെ ഉയർത്തിയാലും ഒരിക്കലും തന്നെ നീ നിന്നെ ക്ഷയിപ്പിക്കരുതേ. നിനക്ക് മാത്രമേ നിന്നെ ഉയർത്താനും താഴ്ത്താനും കഴിയൂ. രണ്ടിനും അധികാരി നീ തന്നെയാണ്. എങ്ങനെ ഉയർത്താൻ കഴിയും? സത്കർമാചരണത്തിലൂടെ, സദ്വിചാരത്തിലൂടെ, അതുപോലെ തന്നെ അവനവൻ്റെ ഗുണഘടനയ്ക്ക് അനുരൂപമായ സാധനാവിശേഷങ്ങളെ അനുഷ്ഠിക്കുന്നതിലൂടെ, ഇങ്ങനെയൊക്കെ ചിത്തശുദ്ധിയെ ആർജിച്ച് അങ്ങനെ ആത്മാകാര വൃത്തിസ്ഥിതനായിട്ട് അങ്ങനെ തന്നെ തനിക്ക് ഉയർത്താൻ പറ്റും. അതിന് ചുണ്ടുപലകയായി മാർഗദർശിയായിട്ട് ഗുരുനാഥനുണ്ടാവാം, മറ്റു പലരും ഉണ്ടാവാം. അല്ലാതെ താൻ തന്നെ ചെയ്യണം, താൻ തന്നെ ഉയരണം, താൻ തന്നെ അധ്വാനിക്കണം, പരിശ്രമിക്കണം. സാധാരണ നാട്ടിലൊരു വാക്യം പറയാറുണ്ട്, 2 പേരൊരു വഴിക്ക് നടന്നാൽ പകുതി ദൂരെ നടന്നാൽ മതി. അത് വെറുതെ പറയുന്നതാണ്, നമുക്ക് തന്നെ അറിയാം. അവനവൻ നടക്കണത് അവനാൻ തന്നെ നടക്കണം. അതുപോലെ തന്നെ ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അല്ല താമസിക്കുന്നതുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് താമസിക്കുന്നത് നമുക്ക് വലിയ കഷ്ടപ്പാടായിട്ട് തോന്നും. വാസ്തവത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് പോകേണ്ടത്. ആരും കൂട്ടണില്ല. അവനവന് വേദനിച്ചാൽ അവന് തന്നെ വേദന അനുഭവിക്കണം. അത് മറ്റൊരാളും അത് ഏറ്റെടുക്കില്ല.
ഇതുപോലെ ഇത് ആദ്യം തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിച്ചാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും മേഖലകളിൽ മാത്രം മേഞ്ഞു നടന്ന് സുഖദുഃഖ അനുഭവങ്ങളെ ഏറ്റുവാങ്ങി അങ്ങനെയുള്ള കർമ്മ സംസ്കാരങ്ങളെയൊക്കെ ഒരു കൂട്ടി ഈ സംസാരത്തിൽ അങ്ങനെ അലഞ്ഞ് ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കളും, എൻ്റെ കുടുംബം എന്ന് മാത്രം പറഞ്ഞ് അങ്ങനെ അലയുകയാണോ വേണ്ടത്? അപ്പോൾ അതിലേതെങ്കിലും ഒരു ഘടകം വിട്ടുപോയാൽ നമ്മളാകെ മനോരോഗികളായി മാറും. അഥവാ അത് താങ്ങാൻ പറ്റാത്ത ഒറ്റപ്പെടലിൻ്റെ ഭാവമായി മാറും. പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ ഉയർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. ഈ സംസാര ജീവിതത്തിൽ നിന്ന് ആവുന്ന സമയത്ത് തന്നെ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതായത് ഉയരാനും താഴാനും നമുക്ക് അധികാരമുണ്ട്. അതിനാലാണ് ഗുരുനാഥൻ ഇവിടെ വളരെ സ്നേഹപൂർവം നമ്മളോട് ഉപദേശിക്കുന്നത്, നീ നിന്നെ തന്നെ ഉയർത്തിയാലും. അപാരവും അഗാധവും അനേക അനർത്ഥ സമൂഹങ്ങളുമാകുന്ന ഹിംസ്ര ജന്തുക്കളോടൊത്തതും അനേക വാസനാജാലങ്ങളാകുന്ന തിരമാലകളോടൊത്തതുമൊക്കെയായ ഈ സംസാരത്തിൽ, അതിന് സാഗരത്തോടാണ് ഉപമിക്കുന്നത്, ആ അവിദ്യ കാമ കർമ്മ ശൃംഖലകളാൽ കെട്ടപ്പെട്ട് ഇതെൻ്റെ, ഇത് ഞങ്ങളുടെ, ഇത് ഞങ്ങള്, അത് നിങ്ങള്, ഇത് ഞാൻ, അത് നീ എന്നുള്ള ഭേദഭാവനയോടുകൂടി താഴ്ത്തപ്പെട്ട് അങ്ങനെ ഈ സംസാരത്തിൽ അങ്ങനെ കഴിയുന്നു ജീവൻ. സംതൃപ്തിയില്ല, ശാന്തിയില്ല, സമാധാനമില്ല. എന്നിട്ട് ശാന്തിക്ക് സമാധാനത്തിനും വേണ്ടി നെട്ടോട്ടമോടുന്നു. എവിടെ പോയാലും ലഭിക്കുന്നില്ല. കാരണം ഈ മമത്വം വിട്ടുപോകുന്നില്ല. ഈ വേദാന്തത്തിൻ്റെ ഈ ഗർജനം നിനക്ക് നീയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നിട്ട് പലയിടത്തേക്ക് പോവുകയാണ് ശാന്തിക്കും സമാധാനത്തിനായിട്ട്. ചിലർ മദ്യപാനികളാവുന്നു, ചിലർ മയക്കുമരുന്നിനടിമയാകുന്നു. എന്തിനേറെ ചിലർ തീർത്ഥയാത്രകൾ അങ്ങനെ നടക്കുന്നു, ചിലർ അതുപോലെ തന്നെ പലവിധ യാത്രകൾ നടക്കുന്നു. എവിടെ പോയാലും ശാന്തിയും സമാധാനവും കിട്ടുന്നില്ല. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒന്നുമില്ലെന്ന് അറിഞ്ഞ് തന്നിലേക്ക് തിരിച്ചു വരണം. അവനവൻ ഉയരണമെങ്കിൽ സ്വയം തന്നെ അവനവൻ സാധനാനുഷ്ഠാനങ്ങൾ നിമഗ്നനാവണം. തൻ്റെ ഉള്ളിലേക്ക് തിരിയണം. പുറമേക്ക് അന്വേഷിക്കുന്ന കാലത്തോളം പുറമെ നിന്ന് കിട്ടുന്ന ശാന്തിയും സമാധാനവും വാസ്തവത്തിൽ അത് ശാശ്വതമല്ല. അത് പോയി വരുമ്പോഴേക്ക് തന്നെ കഴിയും. ശാശ്വതമായ ശാന്തി തന്നെ തന്നാൽ താൻ അറിയുമ്പോഴാണ്. അതിനുള്ളിലേക്ക് നോക്കണം. ആ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി തീർത്ഥയാത്രകളെയും ആരാധനകളെയോ ഒക്കെ നമുക്ക് നോക്കിക്കാണാം. പക്ഷെ തന്നിലേക്ക് ഒരിക്കലും തിരിയുന്നില്ല. അതായത് ധ്യാനത്തിലൂടെയോ ജപത്തിലൂടെയോ സാധനാനുഷ്ഠാനങ്ങളിലൂടെയോ ചരിക്കാൻ താൻ തയ്യാറല്ലാത്ത കാലത്തോളം ആത്മവിചാരം ചെയ്യാൻ തനിക്ക് സാധിക്കില്ല. അവനവന് വിശപ്പ് മാറണമെങ്കിൽ അവനവൻ തന്നെ ഭക്ഷണം കഴിക്കണം. അവനവന് രോഗം മാറണമെങ്കിൽ അവനവൻ തന്നെ മരുന്ന് കഴിക്കണം. അല്ലാതെ ഡോക്ടർ കഴിച്ചിട്ട് കാര്യമില്ല, മറ്റൊരാൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ മഹാത്മാക്കൾ ഓരോരുത്തരും തന്നെ, ഏതെങ്കിലും ഒരു മഹാത്മാവിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അവരെ പോയി നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങാനുള്ള തിരക്കാണ്.
അനുഗ്രഹം വാങ്ങണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കണം. അവരൊക്കെ അങ്ങനെ നേടിയവരാണ്. സാധനാനുഷ്ഠാനങ്ങളിലൂടെ, ധ്യാനനിഷ്ഠയിലൂടെ ഒക്കെ അവർ സ്വയം അറിഞ്ഞവരാണ്, സ്വയം പരിശ്രമിച്ചുയർന്നവരാണ് അവർ. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടായാലേ പറ്റുള്ളൂ. ആ പരിശ്രമത്തിനൊരു ഒരു ഒരു പ്രചോദനം എന്ന നിലയ്ക്ക് മഹാത്മാക്കളുടെ അടുത്ത് പോകുന്നതൊക്കെ നല്ലതാണ്. അല്ലാതെ അവർ നമ്മളെ അങ്ങ് ഉയർത്തിത്തോളും, നമുക്ക് ഏത് വിധത്തിൽ എങ്ങനെയും ആരെയും ദുഃഖിപ്പിച്ചും ആരെയും ക്ലേശിപ്പിച്ചും ആരോടും എന്തും ചെയ്തിട്ട് നമുക്കിങ്ങനെയൊക്കെ കഴിയാം, എന്നിട്ടൊരു മഹാത്മാവിൻ്റെ അടുത്ത് പോയി നമസ്കരിച്ച് കൈ തലയിൽ വെച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നുള്ള അന്ധമായ ധാരണ ഈ ഗീതാശാസ്ത്രം നമ്മളിൽ നിന്ന് എടുത്ത് പറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആർക്കും പാഴ്സലായിട്ട് ലഭിക്കുന്നതല്ല ഈ അനുഗ്രഹം. ഒരു മഹാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അയാളുടെ സാമീപ്യം കൊണ്ട്, അയാളുടെ അനുഗ്രഹം കൊണ്ട് നേടില്ലെന്നാണോ പറയുന്നത്? നേടും. പക്ഷെ അതിനുള്ള യോഗ്യത തൻ്റെ പരിശ്രമത്തിലൂടെ, സാധനാനുഷ്ഠാനങ്ങളിലൂടെ നേടിയാൽ മാത്രമേ സാധിക്കൂ. നമുക്ക് പലപ്പോഴും മഹാത്മാക്കളൊക്കെ അയ്യോ അവർ വലിയ ആൾക്കാരാണ്, അവരങ്ങനെയാണ്, അവർ അമാനുഷ്യ കഴിവുള്ളവരാണ്, അവർ ആകാശത്ത് നിന്ന് പൊട്ടു വീണ അവതാരങ്ങളാണ് എന്നൊക്കെ പറയാനാണ് ഇഷ്ടം. അത് പറഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. കാരണം നമുക്ക് പണി കുറഞ്ഞു, നമുക്ക് അവരെ പോയി നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയാൽ മതി, നമുക്ക് പണിയൊന്നും ചെയ്യണ്ട, നമുക്ക് ഒരനുഷ്ഠാനം ചെയ്യണ്ട, ഒരു പരിശ്രമം വേണ്ട. മറിച്ച് ഗീതാശാസ്ത്രം നമ്മളോട് പറയുന്നത്, ഒരാളൊരു കുന്നിൻ്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, ഉയരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ അങ്ങോട്ട് കയറി പോയതാണ്. അതാണ് യുക്തി, അല്ലാതെ ആകാശത്ത് പൊട്ടി വീണതല്ല. അതുപോലെ ജീവിതത്തിൻ്റെ ഉന്നതിയിൽ നമ്മൾ എത്തണമെങ്കിൽ, ഒരു മഹാത്മാവ് ആവണമെങ്കിൽ, അല്ല ഏത് മേഖലയിലായാലും ഉന്നതിയിൽ എത്തണമെങ്കിൽ പരിശ്രമിച്ചാൽ തന്നെ നേടുള്ളൂ. അത് എല്ലാവർക്കും കഴിയുന്നതാണ്. അത് ആരുടെയും പ്രത്യേകതയൊന്നുമല്ല. പരിശ്രമിച്ചാൽ നമുക്കും നേടാം, നമുക്കും ഉയരാം. അവിടെ മനുഷ്യനായാൽ മാത്രം മതി. മനുഷ്യന്മാർക്കൊക്കെ അതിനുള്ള അധികാരമുണ്ട്. അപ്പൊ താഴെ നിന്ന് കയറിപ്പോയിട്ട് എത്തിയതാണെന്ന് പറയാനല്ല മറ്റുള്ളവർക്ക് പലർക്കും ഇഷ്ടം. കാരണം അവര് മഹാത്മാവാണ് എന്ന് പറയുന്നത്. ആ മഹാത്മന്റെ തലത്തിലേക്ക് തനിക്കും ഉയരാമെന്നുള്ള സന്ദേശമാണ് ഇവിടെ ഗീത നൽകുന്നത്. അതുകൊണ്ട് അവതാരത്തെയും കീർത്തിച്ച് പൂജിച്ച് പാല് കഴുകി ഇരുന്നാൽ മാത്രം പോരാ. ബുദ്ധിയുള്ള ആൾക്കാർ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സാധനാനുഷ്ഠാനങ്ങളിലൂടെ മുകളിലേക്ക് കയറാൻ നിരന്തരമായി പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി അനേകവിധ സാധനാ മാർഗങ്ങളെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവനവന് യോജിക്കുന്ന സാധനാ മാർഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉയരാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം മഹാത്മാക്കളെ ഒക്കെ അവഗണിക്കണം എന്നല്ല കേട്ടോ. എവിടെ വിശേഷതകളെ കാണുന്നു അവിടെയൊക്കെ പൂജാഭാവത്തോടുകൂടി ആദരിക്കണം. അതിന് മുണ്ടകോപനിഷത്തിൽ ഒരു മന്ത്രഭാഗം പറയാം. തസ്മാദാത്മജ്ഞം ഹേർച്ചയേത് ഭൂതി കാമഃ. മഹിമയെ കാമിക്കുന്നയാൾ ആത്മജ്ഞാനിയെ ആർത്തിക്കണം. അപ്പം മഹിമ വേണം ജീവിതത്തിൽ എന്ന് വിചാരിക്കുന്നവർ അങ്ങനെയുള്ളവരെ അർച്ചിക്കണം. പക്ഷെ എന്നും അർച്ചിച്ചിരിക്കാനല്ല, അവരെ എത്തിയത് ഏത് തലത്തിൽ നിന്നാണ് യുക്തിപൂർവം വിചാരം ചെയ്ത് അതിനുള്ള വഴിയിലൂടെ താനും പരിശ്രമിക്കാൻ അതൊരു പ്രചോദനമാകുമെങ്കിൽ. അല്ലാതെയുള്ള കാലം പോയിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് വ്യക്തി ആരാധനയിലേക്ക് അധപ്പതിക്കാൻ കാരണമാകും, വ്യക്തി ഉപാസനയിലേക്ക്. അങ്ങനെ ആവരുത്. അപ്പൊ തത്വത്തിൽ ഉറയ്ക്കാത്ത പക്ഷം മഹത്തുക്കളെ ഉപാസിക്കുന്നത്, അവരെ കുമ്പിടുന്നത്,
അത് വ്യക്തിപൂജയായി തരം താഴാനിടയുണ്ട്. അതുകൊണ്ട് മഹത്തുക്കളെ മാതൃകയാക്കി ഓരോരുത്തരും സ്വയം ഉയരാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അതിന് ചിത്തശുദ്ധി വേണം, ഏകാഗ്രത വേണം. അങ്ങനെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും സമ്പാദിച്ച് ധ്യാനനിഷ്ഠയിലൂടെ വേണം ഈ ഒരു മേഖലയിലേക്ക്, ഈ ഗീത പറഞ്ഞ മേഖലയിലേക്ക്, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ആത്മസംതൃപ്തിയുടെ മേഖലയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. എന്നിട്ട് പിന്നെ പറയുക, ഒരിക്കലും അധപ്പതിപ്പിക്കരുതേ നമ്മളെ തന്നെ. ഈ വിഷയങ്ങളുടെ കാട്ടിൽ ഉണ്ടും ഉറങ്ങിയും ഉണ്ണാനായിക്കൊണ്ട് പണിയെടുത്തും പ്രത്യുൽപാദന കർമ്മം നിർവഹിച്ചും അങ്ങനെയുള്ള പട്ടിക്കും പൂച്ചയ്ക്കും മാത്രം കഴിയുന്ന വിദ്യയും പഠിച്ച് അതിൽ മാത്രം ഉഴറി ഈ ഒരു സംസാരക്കാട്ടിൽ അലയേണ്ടുന്ന സ്ഥിതി എനിക്ക് വരരുതേ. അതിനല്ല എനിക്ക് മനുഷ്യജന്മം കിട്ടിയത്. അങ്ങനെ ജന്മ മൃത്യു ജര വ്യാധി ദുഃഖ ദോഷങ്ങളുടെ ഈ ചക്രഗതികളിൽ പെട്ട് വട്ടം കറങ്ങാൻ ഇടയാക്കരുതേ ഭഗവാനെ. നചേതിഹാവേദീൻ മഹദീവിനഷ്ടി എന്ന് കേനോപനിഷത്ത് പറയും. ഇവിടെ മനുഷ്യനായി കഴിയുമ്പോഴും തത്വത്തെ അറിയുന്നില്ലെങ്കിൽ അത് മഹാനഷ്ടക്കച്ചവടമാണ്, വിനാശമാണ്. അതിന് തൻ്റെ ബന്ധുവും ശത്രുവും താൻ തന്നെയാണ്. ഇതാണ് ഭഗവത് വാക്യം. താൻ തന്നെയാണ് തനിക്ക് ബന്ധു. തൻ്റെ ഉയർച്ചയിലും തൻ്റെ വളർച്ചയിലും എല്ലാറ്റിനും താൻ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. വേറൊരാൾ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പൊ സംസാരമുക്തിയാകുന്ന പരമലക്ഷ്യത്തിലേക്ക് ഉയരുന്ന വിഷയത്തിൽ നമുക്ക് മറ്റു ബന്ധുക്കളാരുമില്ല, നാം തന്നെയുള്ളൂ. മറ്റുള്ളവരെല്ലാം ലോകകാര്യത്തിൽ നമ്മൾക്ക് ബന്ധുക്കളാവും. ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ധാരാളം ബന്ധുക്കൾ വിളിച്ചിട്ടുണ്ടാവും. പക്ഷേ തൻ്റെ ഉയർച്ചയിൽ, തൻ്റെ വളർച്ചയിൽ, തൻ്റെ ആത്മസംതൃപ്തിക്ക് അതിന് ഈ ബന്ധുക്കളൊന്നും ഉതകില്ല. അതിന് താൻ തന്നെ പരിശ്രമിക്കണം. പരമപുരുഷാർത്ഥ വിഷയത്തിൽ അവരാരും ബന്ധുക്കളല്ല. പരമപുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ മോക്ഷം. അതൊക്കെ കൂടുതൽ കൂടുതൽ ബന്ധനം ഭാവങ്ങളെ ഉണ്ടാക്കി തരികയേ ചെയ്യുള്ളൂ. മറ്റു ബന്ധുക്കളൊക്കെ അതിന് പിന്നെ വിട്ടുപോകാൻ വലിയ പണിയാണ്. കാരണം സ്നേഹ പാശങ്ങൾക്ക് ഹേതുക്കളാകുന്നതിലൂടെ എല്ലാ ബന്ധങ്ങളും ബന്ധനങ്ങളാണ്. ഈ വിഷയത്തിൽ, മുക്തി വിഷയത്തിൽ ആത്യന്തിക ദുഃഖ നിവൃത്തി വേണമോ, ശാന്തി വേണമോ എങ്കിൽ തൻ്റെ ബന്ധു താൻ തന്നെയാണ്. അവിടെ ഗുരുവില്ല. ഗുരുവും ശാസ്ത്രമൊക്കെ മുക്തിമാർഗത്തിൽ നയിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം വഴികാട്ടികൾ മാത്രമാണ്. താൻ തന്നെയാണ് ഉയരേണ്ടത്. അതുകൊണ്ട് പറയാണ്, ഉറപ്പിച്ച് പറയാണ്, തനിക്ക് താൻ തന്നെയാണ് ബന്ധു. അതുകൊണ്ട് തന്നെ തനിക്ക് ശത്രുവും താൻ തന്നെയാകുന്നു. തൻ്റെ ബാഹ്യ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അതും താൻ തന്നെ കൽപ്പിച്ചുണ്ടാക്കി വെച്ചതാ, അല്ലാതെ പുറത്തൊരു ശത്രുവില്ല. അങ്ങനെ തന്നെ ഇകഴ്ത്തുന്ന, തന്നെ നിന്ദിക്കുന്ന, തന്നെ ഹിംസിക്കുന്ന ഏതെങ്കിലും ശത്രുക്കളുണ്ടോ, അതുപോലും തനിക്ക് മിത്രങ്ങളാക്കി മാറ്റാൻ തനിക്ക് കഴിയും. തൻ്റെ ഉയർച്ചയ്ക്ക് അത് ഗുണകരമാകും. അവരെ ശത്രുവായിട്ട് കാണല്ല. അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഒരു പടി നമ്മളെ ഉയർത്തിയിട്ടുണ്ടാവും, സൂക്ഷ്മ വിചാരം ചെയ്ത്. അതുകൊണ്ട് നമ്മളുടെ ഉയർച്ചയ്ക്ക് ഒരിക്കലും മറ്റൊരാളല്ല ശത്രു, നമ്മൾ തന്നെ. നമ്മുടെ മടി, നമ്മുടെ ആലസ്യം, നമ്മുടെ തിരിച്ചറിയാൻ കഴിയില്ലായ്മ, ഇതൊക്കെയാണ് നമ്മുടെ ശാസ്ത്രബോധമില്ലായ്മ. ഇതൊക്കെ നമ്മളെ താഴ്ത്തും.
അതുകൊണ്ട് ഗീതാശാസ്ത്രം നമ്മോട് ഉപദേശിക്കുന്നത് നാം നമ്മെ തന്നെ ഉയർത്തൂ എന്നാണ്. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ശ്ലോകമാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഈശ്വരനോ ഗുരുവോ അനുഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ആ വിശ്വാസം മാത്രം വെച്ചിരുന്നാൽ, തൻ്റെ പ്രയത്നം ഇല്ലാതെ സാധകന്റെ പ്രയത്നം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ വിശ്വാസം ഫലപ്രദമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തന്നെ താൻ തന്നെ ഉയർത്തൂ. സ്വപ്രയത്നം കൊണ്ട് മാത്രമേ മനുഷ്യന് ഏത് മേഖലയിലായാലും, സാംസ്കാരികമായാലും ആധ്യാത്മികമായും ഉയർച്ച ഉണ്ടാവും. അല്ലാതെ ആരും വന്ന് തന്നെ ഉയർത്തി കൊണ്ടുപോവില്ല. അതിന് എന്തൊക്കെ വേണം? നമ്മുടെ മനസ്സിലെ ചിന്തകളും ശരീരത്തിലെ പ്രവൃത്തികളും അതിന് വിപരീതങ്ങളാവരുത്. അതായത് ആദർശവും യാഥാർത്ഥ്യവും തമ്മിൽ പൊരുത്തമില്ലായ്മയാണ് മനുഷ്യൻ്റെ അല്പത്വത്തിന് കാരണം, അധപ്പതനത്തിന് കാരണം. സ്വന്തം ദൗർബല്യം കാണുന്നില്ല എന്ന് മാത്രമല്ല, അതേ ദൗർബല്യം നമ്മൾ മറ്റുള്ളവരിൽ കാണുമ്പോൾ അതിനെ വിമർശിക്കുകയും ചെയ്യും. സ്വന്തം കുറ്റം തന്നിൽ കണ്ട് ശീലിക്കുകയാണ് വേണ്ടത്. അതിൽ നിന്ന് താൻ ഉയരാൻ ശ്രമിക്കണം. തൻ്റെ ദുർബലതയെ മനസ്സിലാക്കിയിട്ട് തനിക്ക് ഉയരാൻ ശ്രമിക്കണം. അല്ലാതെ മറ്റുള്ളവരിലേക്ക് കണ്ണു നോക്കിയിട്ട് കാര്യമില്ല. തൻ്റെ കണ്ണിലെ കമ്പ് കാണാത്തവൻ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് കാണുന്നു എന്ന് പറയുന്നത് പോലെ ആവരുത്. അപ്പം എന്നും സ്വയം വിചാരം ചെയ്യണം, തൻ്റെ കുറവുകളെ എന്തൊക്കെയാണ്. ഇന്ന് അതന്നെ ചിന്തിച്ച് കുറവുകളെ കൂട്ടാനല്ല, അതിൽ നിന്ന് ഉയരാൻ എന്താണ് വഴി, തൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, അതിന് കാരണം താൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവിലൂടെ താൻ തന്നെ പരിശ്രമിക്കണം. അതിനെന്തൊക്കെ വേണം? അതിന് സാമാന്യമായ ജീവിത രീതി, സ്നേഹനിധിയാവുക, ത്യാഗസമ്പന്നനാവുക, സേവന തൽപരത നേടുക, സദാചാരത്തോടുകൂടി ജീവിക്കുക, ഇതൊക്കെയാണ് ശ്രേയസ്കരം എന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ വ്യക്തമായ ബോധം ബുദ്ധിയിലുണ്ട്, മനസ്സിലുണ്ട്. എന്നാലോ അടുത്ത നിമിഷം മനസ്സ് കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങളുടെ അരങ്ങുകളിൽ പെട്ടുപോകുന്നു. എച്ചിത്തൊട്ടിയിലെ എല്ലിൻ കഷ്ണങ്ങൾക്ക് വേണ്ടി അന്യോന്യം കടിപിടി കൂടുന്ന നായ്ക്കളെ പോലെയാണ് നമ്മുടെ മനസ്സ് പോകുന്നത്. ആ മനസ്സിനെ മെരുക്കിയെടുത്ത് നമ്മുടെ ഈ ഉള്ളിലുള്ള ആ സ്നേഹനിധി ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലൊക്കെ ഒരു സ്നേഹനിധി ഉണ്ട്, ഒരു ത്യാഗസമ്പന്നത ഉണ്ട്. അതിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അതിന് ചെയ്യുന്ന പ്രവൃത്തിയാണ് സാധനകളെല്ലാം തന്നെ, ധ്യാനനിഷ്ഠയൊക്കെ. അപ്പം ആദർശം ശ്രേഷ്ഠമായിട്ട് കാര്യമില്ല, പെരുമാറ്റം വിപരീതമാകുന്ന കാലത്തോളം നമുക്ക് അത് സാധിക്കില്ല. അപ്പം ആദർശവും പെരുമാറ്റവും ഒന്നാക്കി കൊണ്ടുവരണം. അങ്ങനെ സാധനകളിലൂടെ, ധ്യാനത്തിലൂടെ വിവേകശക്തിയുള്ള ബുദ്ധിക്ക് മാത്രമേ ഈ വിഷയാസക്തമായ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കൂ. മനസ്സിനെ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഉപായങ്ങളെ മൊത്തം പറഞ്ഞ പേരാണ് ആധ്യാത്മിക സാധനകൾ എന്നുള്ളത്. അപ്പം ആധ്യാത്മിക പാതയിലൂടെ അന്യസഹായമില്ലാതെ, കൂട്ടിനാളില്ലാതെ ഒറ്റയ്ക്ക് വേണം സഞ്ചരിക്കാൻ. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു ഗുരുവിനുമാവില്ല. ശാസ്ത്രമോ ആരാധനാ കേന്ദ്രങ്ങളോ അതൊന്നും ഉറപ്പു തരുന്നില്ല. ആത്മോന്നതിക്ക് വേണ്ട പ്രയത്നം അവനവൻ തന്നെ ചെയ്യണം. ഇതിൽ നിർദ്ദേശം ചെയ്യാൻ പലർക്കും കഴിഞ്ഞേക്കാം. അല്ലാതെ സാധകനെ സഹായിക്കാൻ ഗുരുവിനോ ശാസ്ത്രത്തിനോ സാധിക്കില്ല. അതിനെന്ത് വേണം? ഒന്നുകൂടി പറയാണ്,
സ്വന്തം ഹൃദയ ദൗർബല്യങ്ങൾ കണ്ടുപിടിക്കുക, തെറ്റായ ചിന്തകളെ തള്ളിക്കളയുക, ശരിയായ മൂല്യങ്ങളെ ആചാര്യരിൽ നിന്ന് കേട്ട് നിലനിർത്താനും അവയ്ക്കനുസരിച്ച് ജീവിക്കാനും പരിശ്രമിക്കുക. ഇങ്ങനെ ക്രിയാത്മകമായ ഒരു പ്രക്രിയയാണ് ആത്മപരിശോധന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പഴയ നിലയിലേക്ക് വീണ്ടും അധപ്പതിക്കാതെ നോക്കണം. നാത്മാനമവസാദയേത്. പലർക്കും പറ്റിപ്പോകുന്ന പ്രശ്നം അതാണ്. കുറച്ച് കാലമൊക്കെ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? പിന്നെ എല്ലാം ഇട്ടുവിടും. പിന്നെ ഒരു ജപം ഉണ്ടായാലോ ധ്യാനം ഉണ്ടായാലോ പിന്നെ എന്തെങ്കിലുമൊക്കെ തിരിച്ചടി കിട്ടുമ്പോഴാണ് ബോധം വരുന്നത്. അങ്ങനെയല്ല. അപ്പോൾ പഴയ നിലയിലേക്ക് അധപ്പതിക്കാതെ സൂക്ഷിക്കണം എന്നുള്ള വാക്യമാണ് നാത്മാനമവസാദയേത്. രണ്ടടി മുന്നോട്ട് വെച്ച് ഒരടി മുന്നോട്ട് വെച്ച് രണ്ടടി പിന്നോട്ട് വെക്കാനോ എവിടെ എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് നിത്യനിരന്തരമായ സാധനാനുഷ്ഠാനങ്ങൾ മുഖ്യമാണ്. ഇങ്ങനെ താൻ തന്നെ തൻ്റെ ശത്രുവും താൻ തന്നെ തൻ്റെ ബന്ധുവും എന്ന പ്രസ്താവനയുടെ പൊരുൾ മനസ്സിലാക്കി ജീവിത അനുഭവങ്ങളെ ശരിയായി വിശകലനം ചെയ്യുന്ന വിവേകികൾക്ക് മാത്രമേ മനുഷ്യജന്മ മഹത്വത്തിലേക്ക്, മോക്ഷത്തിലേക്ക് ഉയരാൻ സാധിക്കൂ.